Hello my dear students, welcome back to Open Course E-Commerce. ഇന്നത്തെ 15ാമത്തെ സെഷനിൽ നമ്മൾ യൂണിറ്റ് 3 ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ അതിൽ ലീഗൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് ഇൻ ഇ-കോമേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഇപ്പോഴത്തെ ഇ-കോമേഴ്സിൽ ട്രാൻസാക്ഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം കഴിയുന്തോറും ഒരുപാട് മെർച്ചൻസാണ് ഓൺലൈൻ ബിസിനസ്സായിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പം അതേ സമയത്ത് തന്നെ ഈ മെർച്ചൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ത്രെഡ്സ് ഈ പറയുന്ന സെക്യൂരിറ്റി ആസ്പെക്ട്സിൽ ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് വാല്യുബിളായിട്ട് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇൻ്റർനെറ്റിൽ കൂടെ ട്രാൻസാക്ട് ചെയ്യുമ്പോൾ അത് ഇൻസെക്യൂർഡായിട്ട് പോകുന്ന ഇൻസ്റ്റൻസസ് കാണുന്നുണ്ട്. കസ്റ്റമേഴ്സും ഇതുപോലെ തന്നെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നതുകൊണ്ട് പലപ്പോഴും കസ്റ്റമേഴ്സ് അവരുടെ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ്സ് ഒന്നും അധികം ഇൻ്റർനെറ്റിൽ കൂടെ ചെയ്യാനായിട്ട് മടിക്കുന്നുണ്ട്. കാരണം ഈ ഒരു ലാക്ക് ഓഫ് സെക്യൂരിറ്റി കാരണം. ഓക്കെ, സോ പല ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻസും പല സെക്യൂരിറ്റി ഡിഫിക്കൽട്ടീസും ഫേസ് ചെയ്തതുള്ളതുണ്ട്. സോ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഈ ഒരു ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഇ-കോമേഴ്സ് എൻവയോൺമെൻറ്റിൽ സക്സീഡ് ചെയ്യണമെങ്കിൽ ഓരോ ബിസിനസ് ഓർഗനൈസേഷൻസും ഇത്തരത്തിലുള്ള ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി ത്രെഡ്സിനെ കുറിച്ച് അവെയർ ആവുകയും അതിന് എങ്ങനെ ഓവർകം ചെയ്യാം, ഈ ടെക്നോളജിയിലെ അഡ്വാൻറ്റേജ് വെച്ച് അതെങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് അവർ മനസ്സിലാക്കി അതനുസരിച്ച് അവരുടെ ഓൺലൈൻ ബിസിനസ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റ് വിൻ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ കോൺഫിഡൻസ് അവർക്ക് വിൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കസ്റ്റമേഴ്സ് ആ പറയുന്ന മാർക്കറ്റർ അല്ലെങ്കിൽ മെർച്ചൻറ്റിന് ലോയൽ ആയിട്ട് മാറുന്നു. അങ്ങനെ വാസ്റ്റ് ഓപ്പർച്യൂണിറ്റി നമ്മളെ മെർച്ചൻറ്റിന് കിട്ടുകയും അതിലൂടെ അവരുടെ മാർക്കറ്റ് ഷെയർ എക്സ്പാൻഡ് ചെയ്യാനും അവർക്ക് പറ്റുന്നുണ്ടാവും. എന്തൊക്കെ സെക്യൂരിറ്റി ഇഷ്യൂസാണ് നമുക്ക് ഇ കോമേഴ്സിലുള്ളത് എന്നുള്ളത് നോക്കാം. മെയിനായിട്ട് അതിൽ 3 ഇഷ്യൂസ് പറയുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. സ്പൂഫിംഗ്, സ്നൂപ്പിംഗ് ആൻഡ് സ്നിഫിംഗ്. സ്പൂഫിംഗ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ വെബ്സൈറ്റ് പോലെ തന്നെ ലോ കോസ്റ്റിൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അതിൽ കൂടെ ഇല്ലീഗലായിട്ട് നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ കണക്ട് ചെയ്ത് അത് മിസ്യൂസ് ചെയ്യുന്ന പ്രവണത, അതിനെയാണ് സ്പൂഫിംഗ് എന്ന് പറയുന്നത്. സോ ഇല്ലെജിറ്റിമേറ്റായിട്ട് ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാർ, ഇമ്മോറലായിട്ടുള്ള ആർട്ടിസ്റ്റാണ് പലരും ഇതുപോലെ ഇല്ലീഗലായിട്ട് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള വെബ്സൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ആ വെബ്സൈറ്റിൽ എൻ്റർ ചെയ്യുന്ന കസ്റ്റമേഴ്സ് അവരുടെ പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സും ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അവർ അതിൽ കൂടെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഇൻഫർമേഷൻസും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡിൽ നിന്നും പേയ്മെൻറ്റ് ഇവർക്ക് ചെയ്ത് കൊടുത്ത് പൈസ ഇവരുടെ അക്കൗണ്ടിലേക്ക് പോകുന്ന രീതിയിലേക്കൊക്കെ ആക്കിയെടുക്കുന്നു. അതാണ് സ്പൂഫിംഗ്. പിന്നെ വരുന്നത് സ്നൂപ്പിംഗ് ആണ്. സ്നൂപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കപ്പോഴും ഈ പറയുന്ന വലിയ ഓർഗനൈസേഷൻസ് ഓൺലൈൻ ബിസിനസ് ചെയ്യുമ്പോൾ അവരുടെ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർസ് വെൻഡേഴ്സിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ആ പ്രോഡക്ട്സിൽ സെക്യൂരിറ്റി ഫീച്ചേഴ്സൊക്കെ ഡിസേബിൾഡ് ആയിട്ടായിരിക്കും വെൻഡേഴ്സ് അവർക്ക് കൊടുക്കുക. അപ്പോൾ ഈ മെർച്ചൻസ് ആയിട്ടുള്ള യൂസേഴ്സിന് ഈ പറയുന്ന സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എനേബിൾ ആക്കാനുള്ള ഇനഫ് നോളേജ് ഇല്ലാത്തത് കൊണ്ട് അവർ അത് ഡിസേബിൾ ആക്കി തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം ഇൻ്റർനെറ്റിൽ കൂടെ ഓൺലൈൻ ബിസിനസ് നടത്തുമ്പോൾ ഒരുപാട് ഹാക്കേഴ്സ് ഉണ്ടാവും. അവരെന്ത് ചെയ്യും, അവർ വളരെ പോപ്പുലറായിട്ടുള്ള പല ടെക്നിക്സ് ഉപയോഗിച്ച് ഈ പറയുന്ന ഈ മെർച്ചൻറ്റിൻ്റെ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ കയറി അവിടെ സെക്യൂരിറ്റി ആയിട്ടുള്ള പല കാര്യങ്ങളും അതിൽ നിന്ന് ചോർത്തിയെടുക്കും. ഓക്കെ, അങ്ങനെ അറ്റാക്കേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് സത്താൻ. ഈ സത്താൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂൾ ഉപയോഗിച്ച് അവർക്ക് ഏതൊരു മെർച്ചൻറ്റിൻ്റെ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ കയറി സ്കാൻ ചെയ്ത് അവിടെ എൻട്രി പോയിൻറ്റിൽ വരുന്ന ഇൻഫർമേഷൻസൊക്കെ ഈസിലി അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റും. കാരണം ഈ എൻട്രി പോയിൻറ്റിലാണല്ലോ കസ്റ്റമേഴ്സ് വന്ന് ഓർഡർ കൊടുത്ത് അവരുടെ ഈ പറയുന്ന ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡിൻ്റെ നമ്പേഴ്സും അതിൻ്റെ പാസ്വേഡും സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അതെല്ലാം ഈ എൻട്രി പോയിൻറ്റിൻ്റെ അവിടെ നിന്നും ഈ സത്താൻ എന്ന് പറഞ്ഞ ടൂൾ ഉപയോഗിച്ച് അവരെല്ലാം എന്ത് ചെയ്യും, അവർ അവിടെ നിന്ന് ചോർത്തിയെടുക്കുന്നുണ്ടാവും.
ഓക്കെ, ആ ഫയൽ സിസ്റ്റത്തിൽ നിന്ന് പേഴ്സണൽ ഇൻഫർമേഷൻസ് എല്ലാം ചോർത്തിയെടുത്ത് അത് മിസ്യൂസ് ചെയ്യുന്നുണ്ടാവും. അതാണ് സ്നൂപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് സ്നിഫിങ് ദ നെറ്റ്വർക്ക്. സ്നിഫിങ് ദ നെറ്റ്വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ അറ്റാക്കേഴ്സ് എന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പേഴ്സിൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന ഡേറ്റാസ് ഫുള്ള് മോണിറ്റർ ചെയ്യും. അവർ ഈ ഡേറ്റാസൊക്കെ ഷോപ്പേഴ്സിൻ്റെ കളക്ട് ചെയ്ത് അതിൽ നിന്നും പേഴ്സണലായിട്ടുള്ള ഇൻഫർമേഷൻ സ്റ്റീൽ ചെയ്യും. ഓക്കെ, അതാണ് സ്നിഫിങ് ദ നെറ്റ്വർക്കിൽ പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ക്ലയൻറ്റ് ഒരു റിക്വസ്റ്റ് നമ്മുടെ സെർവർ കമ്പ്യൂട്ടറിലേക്ക് അയക്കുമ്പോൾ അത് പല പാക്കറ്റ്സ് ആയിട്ട്, സ്മോൾ പീസസ് ആയിട്ടുള്ള പാക്കറ്റ്സ് ആയിട്ടാണ് നമ്മുടെ ക്ലയൻറ്റ് കമ്പ്യൂട്ടറിൽ ലീവ് ചെയ്ത് അത് സെർവറിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ പാക്കറ്റ്സ് പല റൂട്ട്സിൽ കൂടെയാണ് വരിക. അപ്പോൾ ആ സമയത്ത് അറ്റാക്കേഴ്സിന് ഈ പാക്കറ്റ്സിനൊന്നും ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഷോപ്പർ കമ്പ്യൂട്ടറിൻ്റെ നിയറുള്ള, ആ സെർവറിൻ്റെ നിയറുള്ള ഹബിൽ നിന്നും ഇതെല്ലാം ഈ പറയുന്ന പാക്കറ്റ്സ് എല്ലാം യോജിച്ച് വരുന്ന അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം, അത് അവർക്ക് സ്റ്റീൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ആ വയർലെസ് ഹബ്ബ് അവർക്ക് വളരെ എളുപ്പമാണ്. ഈ ഷോപ്പേഴ്സ് കമ്പ്യൂട്ടറിൻ്റെ നെറ്റ്വർക്കിൻ്റെ വയർലെസ് ഹബ്ബ് വളരെ എളുപ്പമാണ്. അവിടെ നിന്നും അവരെന്ത് ചെയ്യുന്നുണ്ടാവും, കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വയർലെസ് ഹബ്ബ് സ്ഥാപിക്കുമ്പോൾ ഷോപ്പേഴ്സ് കമ്പ്യൂട്ടർ അതായിട്ട് നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്യുമ്പോൾ സെക്യൂരിറ്റി ഫീച്ചേഴ്സൊക്കെ ഡിസേബിൾഡ് ആയിട്ട് തന്നെ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ പറയുന്ന അറ്റാക്കേഴ്സ് എന്ത് ചെയ്യുന്നുണ്ടാവും, വയർലെസ് ഹബ്ബിൽ നിന്നും ഈ പറയുന്ന ഇൻഫർമേഷൻസ് അറ്റാക്ക് ചെയ്തെടുക്കും. അതിൽ നിന്നും അവർ അറ്റാക്ക് ചെയ്തിട്ടെടുത്ത് അത് അവർ എന്ത് ചെയ്യും, അവർ എൻക്രിപ്റ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതിനെയാണ് സ്നിഫിങ് ദ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. പിന്നെ ഗസ്സിങ് പാസ്വേഡ്സ്, അതായത് ഇപ്പം ഈ ഒരു സ്റ്റൈൽ എന്ന് വെച്ചാൽ മാനുവലാണ്, മാനുവലായിട്ടും ഉണ്ട്, ഓട്ടോമേറ്റഡ് ആയിട്ടും ഉണ്ട്. മാനുവൽ അറ്റാക്സ് ഡിഫിക്കൽട്ടാണ്. അത് ഈ പറയുന്ന അറ്റാക്കേഴ്സിന് എന്തെങ്കിലുമൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ മാത്രമേ അത് ഈസി ആവുള്ളൂ. മറ്റേ ഓട്ടോമേറ്റഡ് ആകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. ഈ പാസ്വേഡ് ഗസ്സിങ്ങിലൊക്കെ ഇപ്പോൾ അറ്റാക്കേഴ്സിന് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള അറ്റാക്കിംഗ് ഒക്കെ പറ്റും. കാരണം അവർക്ക് അതിനുള്ള ടൂൾസൊക്കെ ഉണ്ട്. എളുപ്പത്തിൽ നമ്മുടെ മെർച്ചൻറ്റിൻ്റെ യൂസർ നെയിം പാസ്വേഡൊക്കെ അവർക്ക് ആ ടൂൾസ് ഉപയോഗിച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് അവർ എളുപ്പത്തിൽ തന്നെ പല ഡിഫറെൻറ്റ് സൈറ്റിൽ നിന്നും ഒരേ സമയത്ത് തന്നെ അവരെന്ത് ചെയ്യുന്നു, അറ്റാക്ക് ചെയ്ത് എല്ലാ ഡീറ്റെയിൽസ് എടുക്കുന്ന സംവിധാനങ്ങൾ അവർക്കുണ്ട്. പിന്നെ അൺഓതറൈസ്ഡ് ഡിസ്ക്ലോഷർ, ഇപ്പം ഈ പറയുന്ന നമ്മളുടെ ഇൻഫർമേഷൻസ് ട്രാൻസാക്ഷൻസ് നടക്കുന്ന സമയത്ത് അത് ട്രാൻസ്പെറൻറ്റ് വേയിൽ, യാതൊരു സെക്യൂരിറ്റി ഇല്ലാതെ ട്രാൻസ്പെറൻറ്റ് വേയിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഹാക്കേഴ്സിന് അത് എളുപ്പത്തിൽ ക്യാച്ച് ചെയ്തെടുക്കാനായിട്ട് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ എടുക്കാനായിട്ട് പറ്റും. പിന്നെ അൺഓതറൈസ്ഡ് ആക്ഷൻ, അതായത് ചിലപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ അൺഹാപ്പി ആയിട്ടുള്ള കസ്റ്റമേഴ്സോ നമ്മുടെ വെബ്സൈറ്റിൽ കയറി അതിൻ്റെ സർവീസസ്, അതായത് അതിൻ്റെ ഓൾട്ടർ ചെയ്യാൻ അത് ഓൾട്ടർ ചെയ്യും. ആ വെബ്സൈറ്റിലുള്ള എല്ലാ കാര്യങ്ങളും ഓൾട്ടർ ചെയ്യും. സോ ദാറ്റ് ഒരു പൊട്ടൻഷ്യൽ ക്ലയൻറ്റിന് അതിൽ കയറി ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. അപ്പോൾ അങ്ങനെ ഓൾട്ടറേഷൻ്റെ ഒരു ഫീച്ചർ ഡിസേബിളായിട്ട് കിടക്കുമ്പോഴാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുക. പിന്നെ എയ്വ്സ് ഡ്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്തെങ്കിലും ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ് അത് ട്രാൻസാക്ട് ചെയ്യുന്ന സമയത്ത് അത് അൺപ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ ഹാക്കേഴ്സ് അത് ഫുള്ളായിട്ട് എന്ത് ചെയ്യും, അവർ അത് ഗ്രാബ് ചെയ്തെടുക്കുന്ന സംവിധാനമുണ്ട്. അതാണ് എയ്വ്സ് ഡ്രോപ്പിംഗ്. പിന്നെ ഡേറ്റ ഓൾട്ടറേഷൻ, ഈ അറ്റാക്കേഴ്സ് തന്നെ നമ്മൾ ട്രാൻസാക്ട് ചെയ്യുന്ന കണ്ടൻറ്റ് എടുത്തിട്ട് അതിൽ എന്ത് ചെയ്യും, അവർ ഓൾട്ടറേഷൻസ് വരുത്തും. യൂസർ നെയിമിൽ ഓൾട്ടറേഷൻ വരുത്തും, അതുപോലെ നമ്മുടെ അമൗണ്ടിൽ ഓൾട്ടറേഷൻ വരുത്തി ഒക്കെ ചെയ്യാറുണ്ട്. അതാണ് ഡേറ്റ ഓൾട്ടറേഷൻ. ഓക്കെ, നമ്മളുടെ നെറ്റ്വർക്ക്സിൽ ഉണ്ടാകുന്ന ത്രെഡ്സ്, അതിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യം വരുന്ന ഇമെയിൽ അറ്റാച്ച്മെൻ്റ് ആണ്. അൺനോൺ ആയിട്ടുള്ള ഇമെയിൽസ് ചിലപ്പോൾ നമുക്ക് വരാറുണ്ട്. അത് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ സിസ്റ്റത്തിലേക്ക് വൈറസ് എൻട്രി നടത്തി നമ്മളുടെ സിസ്റ്റം മൊത്തം അറ്റാക്ക് ചെയ്യും. പിന്നെ VPN ടണൽ വൾനറബിലിറ്റീസ്, അതായത് ഇപ്പോൾ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്സ്, ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ ഒരു വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ഉപയോഗിക്കുമ്പോൾ അതിലൂടെ ഹാക്കേഴ്സിന് നമ്മുടെ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അങ്ങനെ ഒരു അറ്റാക്ക് ചെയ്യാറുണ്ട്. പിന്നെ ബ്ലെൻഡഡ് അറ്റാക്സ്, വൈറസ്, വേംസ് പോലെയുള്ള സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് നമ്മുടെ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്ത് ഒന്നിൽ കൂടുതൽ പ്ലാറ്റ്ഫോംസ് എല്ലാം അറ്റാക്ക് ചെയ്യുന്ന പ്രവണത കാണാറുണ്ട്. പിന്നെ ഡൈവേഷണറി ടാക്ടിക്സ്, അതായത് ഇപ്പം വലിയ വലിയ ഓർഗനൈസേഷനിൽ ഒരുപാട് സെർവേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഒരു സെറ്റ് ഓഫ് സെർവറിലേക്ക് ഹാക്കേഴ്സ് വന്നതായിട്ട് കാണിക്കും.
അത് അവിടുത്തെ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേറ്റേഴ്സ് കണ്ട് അവർ വേഗം അതിൻ്റെ സെക്യൂരിറ്റി കാര്യങ്ങൾ ബിസി ആകുമ്പോൾ അവർ അവിടെ നിന്ന് സ്ലിപ്പ് ചെയ്ത് മറ്റുള്ള നെറ്റ്വർക്ക് ഭാഗത്തിൽ പോയിട്ട് അറ്റാക്ക് ചെയ്യുക. പിന്നെ ഡൗൺലോഡിങ് ടാക്ടിക്സ്. ഇപ്പം നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മുടെ എംപ്ലോയീസിന് നെറ്റ്വർക്ക് ആക്സസ് കൊടുത്തു, അവരത് മിസ്യൂസ് ചെയ്യാണ്. ലൈക്ക് ഇപ്പോൾ ഗെയിംസ് ഡൗൺലോഡ് ചെയ്യുക, മൂവീസ് ഡൗൺലോഡ് ചെയ്യുക, അതുപോലെ തന്നെ ഇപ്പം മ്യൂസിക് ഡൗൺലോഡ് ചെയ്യുക, പ്രോൺസ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ സപ്ലൈ ചെയിൻ പാർട്ട്നേഴ്സ് ആഡഡ് ടു ദ നെറ്റ്വർക്ക്. ഇപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ പുതിയതായിട്ടൊരു സപ്ലൈ ചെയിൻ ഓർഗനൈസേഷൻ വന്നു, നമ്മൾ അവർക്ക് ആക്സസ് കൊടുത്തു. അവർ വന്ന് വർക്കൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ ജോബ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കുള്ള ആക്സസ് നമ്മൾ ക്ലോസ് ചെയ്യുക വേണ്ടേ. പക്ഷെ അത് ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിലൂടെ അറ്റാക്ക് വരാനുള്ള സാധ്യത നമ്മുടെ സിസ്റ്റത്തേക്ക് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇപ്പം നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് തന്നെ എന്തെങ്കിലും ബിസിനസ് ക്രിട്ടിക്കലായിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ വേറെ ഡിഫറെൻറ്റ് ഫയൽ നെയിംസിലും ഒക്കെ ആയിട്ട് ചിലപ്പോൾ അവരുടെ ഹോം കമ്പ്യൂട്ടേഴ്സിലേക്ക് ചിലപ്പോൾ മാറ്റും, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ കോപ്പറേറ്റ് കോമ്പറ്റീറ്റേഴ്സിനൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. അതും നമുക്കൊരു ത്രെട്ടാണ്. പിന്നെ പിയർ ടു പിയർ ആപ്ലിക്കേഷൻ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ ഒന്നിൽ കൂടുതൽ സെർവേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ സെർവേഴ്സ് തമ്മിൽ പിയർ ടു പിയർ കണക്ഷനാണ്. ദറ്റ് മീൻസ് ഒരാൾക്ക് ഒരു സെർവറിലേക്ക് ആക്സസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക്കലി അയാൾക്ക് മറ്റുള്ള സെർവേഴ്സിലേക്കും ആക്സസ് കിട്ടും. അപ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ അറ്റാക്കേഴ്സിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവർ ഒരു സെർവർ വഴി ബാക്കിയുള്ള എല്ലാ സെർവറിലേക്കും എൻട്രി ചെയ്യും. പിന്നെ ഇപ്പം നമ്മൾ മ്യൂസിക് അതുപോലെ വീഡിയോസൊക്കെ ബ്രൗസ് ചെയ്യുകയാണ്. ഇപ്പം നമ്മുടെ എംപ്ലോയീസ് മിസ്യൂസിങ് ആയിട്ട് ഓർഗനൈസേഷൻ നെറ്റ്വർക്കിലൂടെ മ്യൂസിക്കും വീഡിയോസൊക്കെ ബ്രൗസ് ചെയ്യുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് പല വെബ്സൈറ്റിലേക്ക് എൻട്രി വരും. അത് ഈ പറയുന്ന യൂസറുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ എൻട്രി വന്നു കഴിയുമ്പോൾ അതുവഴിയും അറ്റാക്ക് വരാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഈ നെറ്റ്വർക്ക്സിലുള്ള ത്രെഡ്സും അതിൻ്റെ ഡിഫറെൻറ്റ് സോഴ്സസും.